നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജഗിരി എസ്റ്റേറ്റിനുള്ളിലാണ്. കൂടൽ നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരെയാണ് ഈ രാജഗിരി എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റിനുള്ളിലായിട്ട് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വരുവിൻ. AVT രാജഗിരി എസ്റ്റേറ്റിനുള്ളിലെ വെള്ളച്ചാട്ടം കാണുവാനായി ഞാനും എൻ്റെ സുഹൃത്തായ സഞ്ജുവും എൻ്റെ മകൻ വിനായകും കൂടിയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാനായി റോഡിൽ നിന്നും കുറച്ച് താഴേക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. കുറച്ച് പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരും. പടികൾ ഇറങ്ങി ചെല്ലുന്നത് ഒരു തോട്ടിലേക്കാണ്. തോട്ടിലേക്ക് ഒരു ഊഞ്ഞാലുവള്ളി തൂങ്ങിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വള്ളിയിലിരുന്നൊന്ന് ആടാൻ നോക്കുകയാണ് നമ്മുടെ സഞ്ജു. പക്ഷേ അത് ചീറ്റിപ്പോയി. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായി കാണുന്ന ഈ വെള്ളച്ചാട്ടത്തിന് ഇരപ്പൻചാൽ വെള്ളച്ചാട്ടം എന്ന് മറ്റൊരു പേര് കൂടിയുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് കൂടലിനടുത്തുള്ള AVT രാജഗിരി എസ്റ്റേറ്റിനുള്ളിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടം. അവധി ദിവസങ്ങളിൽ കുളികാരുടെ ഒരു വൻ തിരക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപകട സാധ്യത വളരെ കുറഞ്ഞ ഒരു വെള്ളച്ചാട്ടമായതിനാൽ ഫാമിലിയായും ഫ്രണ്ട്സായും കുട്ടികളായും ഒക്കെ വന്ന് നീന്തി കുളിക്കാൻ പറ്റിയ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ചുമ്മാ വീട്ടിൽ കൊത്തിയിരിക്കാതെ പുറത്തിറങ്ങി കുറച്ച് നടക്കുക, എവിടെയെങ്കിലുമൊക്കെ കറങ്ങുക. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ പോയിരുന്ന് സായാഹ്നം ആസ്വദിക്കുക. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, കറങ്ങി നടക്കുന്നവരാണ് ജീവിതം ആസ്വദിക്കുന്നത്. നിങ്ങളും രാജഗിരി എസ്റ്റേറ്റ് വഴിയൊന്ന് കറങ്ങി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ച് ഒന്ന് മുങ്ങിക്കുളിച്ച് ജീവിതം ആസ്വദിക്കുക. ഇതാ ഇവിടെ നോക്കൂ. ഇന്ന് അവധി ദിവസമായതിനാൽ, അതായത് ഇന്ന് ഞായറാഴ്ച ആയതിനാൽ ഇവിടുത്തെ നാട്ടുകാരായ കുറേ ചേട്ടന്മാർ ഇവിടെ കുളിക്കുകയും പന്ത് കളിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനിയും നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്ക് പോയി ഒന്ന് നോക്കാം. ഇവിടെയും അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവധി ദിവസങ്ങളിൽ ഇവിടെ കുളികാരുടെ ഒരു വൻ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടാറുള്ളത്. തിരക്ക് കാരണം വെള്ളച്ചാട്ടത്തിന് താഴെയായി ഇറങ്ങാൻ സാധിക്കാത്തവർ ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വന്ന് കുളിച്ചിട്ട് പോകുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.